അങ്ങനെയാണെങ്കിൽ നമുക്ക് അമേരിക്കയിൽ പോയി ബ്രസീലിന്റെ കളി കണ്ട് മടങ്ങിയെത്തിയ ചിലരെന്നാണ് വല്ലാത്ത വിഷമമായിരിക്കും അല്ലേ? ഇത്രയും കാശൊക്കെ മുടക്കി പോയിട്ട്. ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ 2002 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം 90-കളിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഫൈനലിൽ തോക്കുന്നു, 2002 ജയിക്കുന്നു. അപ്പൊ ബ്രസീലാണ് ഏറ്റവും വലിയ ടീം. അപ്പൊ അന്ന് ബ്രസീലിനെ ചങ്കിലാകെ ആവാഹിച്ചവർക്ക് ഇപ്പോഴും ബ്രസീൽ വലിയ ടീമാണ്. പക്ഷേ നമുക്കറിയാം ഈ LED സ്ക്രീൻ ഒന്നും വന്നതിന് ശേഷം ബ്രസീൽ ബ്രസീലിന് കപ്പ് ഉണ്ടായിട്ടില്ല. ശരി, നമുക്ക് അത് ഒറ്റ സെക്കൻഡ് നമുക്ക് കമലിലേക്ക് പോയിട്ട് ആ കഥ പറയാം. കമൽ, വയനാട്ടിൽ നിന്ന്. കമൽ, വളരെ ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുന്ന മത്സരമാണ്. അവിടെ നമ്മൾ കമൽ നേരത്തെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ ഓർമ്മയുണ്ട്. അർജന്റീനയുടെ കളറിലൊക്കെ വീടൊക്കെ അലങ്കരിച്ച ആളുകളും അങ്ങനെ അത്രത്തോളം ആരാധക മനസ്സുകളാണ്. ആരൊക്കെയാണ് കൂടുതലുള്ളത്? ദിവിഷ്, ഞാനുള്ളത് കൽപ്പറ്റ നഗരത്തിലെ മുണ്ടേരിയിലാണ്. ഏറ്റവും ആദ്യം ലോകകപ്പ് ഫ്ലെക്സുകളൊക്കെ ഉയർന്ന ഒരു മേഖലയാണ്. ഇവിടെ ഇപ്പൊ രണ്ട് മൂലയാണ്. ഇത് അർജന്റീനയുടെ ആരാധകരുടെ കോർണറാണ്. വണ്ടിയൊക്കെ റെഡിയായി. ഇത് നെയ്ച്ചോറും ബീഫുമാണ് രാത്രി. ആ ബീഫ് വെക്കാനുള്ള പാത്രമൊക്കെ നമ്മൾ ലൈവ് എടുക്കുന്ന കൊണ്ടുപോകാൻ അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിച്ചണിൽ നിന്ന്. അങ്ങനെ എല്ലാം സെറ്റാണ്. മറുവശത്ത് ആൾക്കാരുണ്ട്. അത് പക്ഷേ സ്പെയിൻ അല്ല, അർജന്റീനയുടെ ശത്രുക്കൾ എല്ലാരും കൂടെ ചേർന്നതാണെന്നാണ് ഇവർ പറയുന്നത്. അതിനകത്തുള്ളത് ഇംഗ്ലണ്ട്, സ്പെയിന്, പോർച്ചുഗല് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞങ്ങളോട് പോരാടി നിൽക്കുന്ന ആൾക്കാരാണ് അവര്. മാത്രമേ സ്പെയിനുള്ളൂ. ബാക്കി മൊത്തമല്ലേ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഇന്ന് ആർക്കറിയോ? സ്പെയിനാണ്. അത് എല്ലാരും അർജന്റീനയുടെ ശത്രുക്കളാണ്. എല്ലാ ശത്രുക്കളാണ്. എല്ലാവരും പരിപാടി സ്ക്രീനും എല്ലാം സെറ്റാണ്. ഇന്ന് കാലം ഞങ്ങൾക്ക് ഇവിടെ കപ്പ് അടിക്കും അർജന്റീന. അത് ഉറപ്പൊന്ന് പൊന്തിച്ചിരിക്കും. മെസ്സി 2 ഗോള് വീണ്ടും അടിച്ചിരിക്കും. തീർച്ചയായിട്ടും അർജന്റീന അടിച്ചിരിക്കും. ഇന്നത്തെ ആഘോഷ പരിപാടികൾ ഒരുക്കങ്ങൾ എന്തൊക്കെയാ? ഒരുക്കങ്ങൾ ഏകദേശം നമ്മളിത് ഭക്ഷണത്തിന് വരെ നെയ്ച്ചോറ് ബീഫ്, 12 കിലോ ഇറച്ചി, 12 കിലോ ബീഫ്, വേറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആ കാണുന്ന മാതിരി മെസ്സിന്ന് മുത്തമിടും. ആ കപ്പിൽ മുത്തട്ടാരും മെസ്സി മെത്തിടും. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാരും വലിയ കപ്പ് ഞങ്ങൾ അടിക്കും. ഇനി എന്തായാലും ഇവരുടെ എതിരാളികളും കൂടെ ഉണ്ട്. അല്ല, നിങ്ങളെ ആള് കുറവാണല്ലോ. ആള് കുറവാണോ? അതെ അതെ. ഇത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ഫിഫന്റീനക്ക് എതിരാണ്. ഞങ്ങൾ ഫിഫന്റീനയോ? അതെന്താ? പിന്നെ ഫിഫ അല്ലേ എതിര് കളിക്കുന്ന ഫിഫയാണ്. അതിനെതിരാണ് ഞങ്ങൾ. പുതിയതാണോ പഴയതാണോ? ഞങ്ങൾ ബ്രസീലാണ്. അല്ല, ഈ ഫ്ലെക്സ് ഇത് എപ്പോ വെച്ചതാ? സത്യം പറയും, ഇത് ആദ്യം ഉള്ളതാണ്? അല്ല, ഫസ്റ്റ് വെച്ച സാധനമാണ്. ഈ ഫ്ലക്സ് വർത്താനുണ്ടായി. അത് ഇന്റെ വണ്ടിയാണ്, ഞാൻ കൊണ്ട ചെമ്പ് പാത്രമാണ്. ഞങ്ങളെ ഈ സ്പെയിന്റെ ചോറാണ് ഇവര് തിന്നാൻ പോകുന്നത്. അതെ അതെ, ചോറ് നെയ്ച്ചോറും ബീഫും സ്പെയിനിന്റെ ആണെന്നാണ് പറയുന്നത്. സ്പെയിനിന്റെ പൈസക്കാണ് ഇവര് ചോറ് നമ്മന്ന് 50 ആളെ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഈ ബോർഡ് നിങ്ങൾക്ക് ഇപ്പൊ സ്പെയിൻ ആയതാണ്? ശേഷം സ്പെയിൻ ആയവരാണോ? അല്ല, നിങ്ങൾ എല്ലാരും തോറ്റതിന് ശേഷം സ്പെയിൻ ആയതാണോ? ഇപ്പോഴും ബ്രസീലാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ബ്രസീലാണ്. ഞങ്ങൾ ഫിഫന്റീനക്ക് എതിരാണ്. അത്രേ ഉള്ളൂ. ഫിഫന്റീനക്ക് എതിരാണ്. ഇവർക്ക് 47 ടീമാ. 47 മാറിക്കൊന്നുമില്ല. ഞങ്ങള് ബ്രസീൽ തന്നെയാണ്. കട്ട ബ്രസീൽ തന്നെയാണ്. അല്ല, ബ്രസീലാണ് ഞങ്ങൾ. ചേട്ടാ, സംഭവിക്കുന്നത് എന്തായാലും കുറച്ചുകൂടെ അപ്പ് ചെയ്തു. അദ്ദേഹം വേണ്ട. അല്ല അഭിലാഷേ, നമ്മൾ ഈ പണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വരും, പല കളറുള്ള കോഴിക്കുഞ്ഞ്. ഇത് നമ്മൾ വാങ്ങി വെക്കുന്ന നല്ല രസമാണല്ലോ. ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക്. അപ്പോൾ അദ്ദേഹം ആദ്യം സ്പെയിൻ എന്ന് പറഞ്ഞ ആൾ ശരിക്കും ചോദിച്ചപ്പോൾ ഞങ്ങൾ ബ്രസീലിൻ്റെ മോഹഭംഗ ടീമുകൾക്കും ബ്രസീലിന്, പോർച്ചുഗലിന്, ഫ്രാൻസിന്, ഇംഗ്ലണ്ടിനും ഒക്കെ സ്പെയിനിന്റെ ജേഴ്സി ഇടാം. വേണമോ? എതിരാളികൾ വേണമല്ലോ എങ്കിലേ.